അല്ല സ്നേഹിതന്മാരെ, നമ്മളൊരു പച്ചക്കറി വീടുകളിലൊക്കെ നടാനായിട്ട് അതിൻ്റെ പോട്ട് മിക്സ് തയ്യാറാക്കിയാണ്. അപ്പോൾ നമ്മൾ ഇത് ചകിരിച്ചോറാണ്. അപ്പോൾ ഈ ചകിരിച്ചോറ് നല്ലപോലെ കഴുകി pH ആക്കി 2 ദിവസം വെള്ളത്തിയിട്ടാണ്. ഇതുണ്ട്, വെള്ളത്തിയിട്ട് കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത കറയൊക്കെ കളഞ്ഞ് 2 ദിവസം വെള്ളത്തിയിട്ട് പിഴിഞ്ഞ് കറയെടുത്ത ഇതാണ്. അതൊരു ഏകദേശം ഒരു 1 കിലോളം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന് ഒരു 2 കിലോ എടുത്തുണ്ടെന്ന് തോന്നുന്നു. 2 കിലോ ഇല്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ കുറച്ച് മണ്ണ് വേണം. പിന്നെ നമ്മൾ പൂഴി വേണം. അപ്പോൾ ആദ്യം ഇപ്പോൾ പൂഴിയും കൂടി എടുത്ത് വെച്ചിരിക്കണം. ഇനി നമുക്കിത് വേണ്ട പദാർത്ഥങ്ങൾ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യണം. അതിൻ്റെ മണ്ണാണ് ആദ്യം വേണം, സാധാരണ മണ്ണ്. പിന്നെ അത് കഴിഞ്ഞ് പൂഴി, അപ്പോൾ നമ്മളെടുത്ത ചകിരിച്ചോറ് മതിയല്ലേ. ഇത് ഡോളോമെറ്റ് അല്ലേ? കുറച്ച് നമ്മൾ ഡോളോമെറ്റ് ഇടിയാണ്. ഒരു കൈപ്പിടി എന്തോരമുണ്ട്, കുറച്ച് ഡോളോമെറ്റ് ഇത്ര. നമ്മൾ ഇത്രോളം ഡോളോമെറ്റ് ഇട്ടുണ്ട്. ഇത് കണ്ട, ഇത് കുറച്ച് സൂഡോമോണസ് കേട്ടോ, കുറച്ച് ഒരു 15 ഗ്രാമോളം ഇട്ടിട്ടുണ്ട്. ഡോളോമെറ്റ് ഇല്ലെങ്കിൽ നമ്മൾ കുമ്മായാലും മതി, അല്ലെങ്കിൽ അപ്പോൾ കുമ്മായം ചിലപ്പോൾ കിട്ടില്ലെങ്കിൽ ഡോളോമെറ്റായാലും മതി. ഇനി വെള്ളം ഇങ്ങനെ തളിച്ച് വയ്ക്കണം. ഇത് കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കണം. നല്ല കുറച്ച് ഈർപ്പമുണ്ടായിരിക്കും. അതുപോലെ വെള്ളം ഒഴിച്ച് വയ്ക്കണം. മതിയാവുന്നു അല്ലേ? ഏഴ് ദിവസമല്ലേ മൂടി വയ്ക്കണ്ടേ അല്ലേ? 7 ദിവസം അല്ലേ? ഇങ്ങനെ 7 ദിവസം നമ്മളിങ്ങനെ മൂടി വയ്ക്കണം. അതിനുശേഷം നമ്മൾ 7 ദിവസം മൂടി വെച്ച് നമ്മൾ ചാക്കിനകത്ത് പോട്ടി മിശ്രത്തിൽ ചാക്കിൻ്റെ അകത്ത് ആക്കണം. ചാക്കിൻ്റെ ഇത് നടാനായിട്ട് ഇതേപോലെ ഒരു ചാക്കിൻ്റെ അകത്താക്കി ഇപ്പോൾ ഈ മിക്സ് നിറച്ചിട്ട് പച്ചക്കറികളൊക്കെ നടാവുന്നതാണ്. തൈയൊക്കെ പറിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് വളർത്താവുന്നതാണ്. ഇത്രയും വലിയ ചാക്കെടുക്കുക. ഇതുണ്ട്,
ഈ ചാക്കിനകത്ത് നിറച്ച് ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ ചാക്ക് നിറച്ച് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാവുന്നതാണ്. 7 ദിവസം മുമ്പ് തയ്യാറാക്കിയ പോട്ടി മിക്സിൻ്റെ ഒരു കൂനാണിത്. അപ്പോൾ അത് വേരുകളെല്ലാം താഴോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആ പോട്ടി മിക്സ് നേരത്തെ കാണിച്ചതിൻ്റെ വേറെ ഒരെണ്ണമാണിത്. തയ്യാറാക്കിയതിൻ്റെ 7 ദിവസം മുമ്പ് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇത് കരിയിലയുടെ പൊക്കത്തിലേക്ക് നമ്മൾ ആ പോട്ടി മിക്സ് നിറയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് ഇരുത്തണം. ഇരുത്തി കഴിയുമ്പോൾ ആ കരിയിലായിട്ട് ചേർന്ന് മണ്ണിരിക്കും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തേക്കിൻ്റെ ഇല ഇട്ട് പോലും കരിയിലയുടെ കൂടെ ഇത്ര ആക്കിയാൽ മതി. നേരത്തെ പറഞ്ഞ രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കിയ പച്ചക്കറിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളത് നട്ട് ഇതുപോലെ നട്ട് കഴിഞ്ഞ് കുറച്ചൊക്കെ വളർന്നു കഴിയുമ്പോൾ ഇത്തിരി വേര് ചെയ്യലിന് ട്രൈക്കോഡർമ ഒരു 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ ഇതുണ്ട, ഇത് വെണ്ടയാണ്, ഇത് പച്ചമുളകാണ്, കണ്ട വഴുതനയുണ്ട്, അങ്ങോട്ട് മാറി ഇത് വഴുതനയാണ്, കണ്ട വഴുതന, പിന്നെ തക്കാളി, തക്കാളി പൂ വന്നിട്ടുണ്ട്, ഇതുണ്ട്. അപ്പോൾ ഈ ട്രൈക്കോഡർമയും ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ ഇടാൻ നേരത്ത് ഈ സൂഡോമോണസൊക്കെ ഇടാൻ നേരത്ത് ഇംഗ്ലീഷ് വളം ഒരു കാരണവശാലും അതിൻ്റെ കൂടെ ചേർത്ത് പോരുത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും ചെടികൾക്ക്. അപ്പോൾ അതും കൂടി പറയുകയാണ്.